ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിൽക്കുന്നത് ഒലിവുമലയിലാണ്. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദം മുത്തുവാൻ. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും, നാമും ചേർന്നു പാടും ദൂതർ തുല്യരായി. മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും, നാമും ചേർന്നു പാടും ദൂതർ തുല്യരായി. അപ്പോൾ നമ്മുടെ പ്രാണപ്രിയൻ വാനമേഘങ്ങളിൽ വരുവാൻ സമയമായി. പ്രിയ സഹോദരങ്ങളെ, ഒലിവുമല അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒലിവുമല ഒരുങ്ങി റെഡിയായൊക്കെ നിൽക്കുകയാണ്. നിങ്ങൾ തയ്യാറാണോ പോകാൻ വേണ്ടിയിട്ട്? ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് ഇതൊക്കെയും നിങ്ങൾക്കൊരവസരം തന്ന് കാണിച്ചു തരുന്നത്. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു. യെരുശലേമിലൂടെ കർത്താവ് നടന്നുപോയി, ഒലിവുമലയിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ദിനം പ്രതി കർത്താവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഒലിവുമലയിൽ ഇരുത്തിക്കൊണ്ടാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. കർത്താവ് ഒലിവുമലയിൽ ഇരുന്ന് പഠിപ്പിക്കുകയും പിന്നീട് യെരുശലേം ദേവാലയത്തിലേക്ക് കർത്താവ് കടന്നു പോവുകയും ചെയ്യും. ഇതാണ് കർത്താവിന്റെ ദിവസം പ്രതിയുള്ള റൊട്ടീൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ കർത്താവ് തന്റെ പഠിപ്പിക്കലുകളെല്ലാം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതും എല്ലാം നിങ്ങൾ എവിടെ നിന്ന് കേട്ടു? നിങ്ങൾ ദൈവവചനം വായിച്ചും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും നിങ്ങൾ മുന്നോട്ട് പോയി. എങ്ങനെ? കർത്താവ് ഒലിവുമലയിൽ വന്ന് പഠിപ്പിച്ചതും ജെറുസലേമിൽ കൂടെ നടന്നു പോയതും കർത്താവിന്റെ വചനത്തിന്റെ സത്യങ്ങളും എല്ലാം നിങ്ങൾ കേട്ടും മനസ്സിലാക്കിയും മുന്നോട്ട് പോയി കൊണ്ടേയിരുന്നു ദൈവവചനം വായിച്ചിട്ട്. അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു ചിന്തയാണ്, ഇതെല്ലാം എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണോ? ഇപ്പോഴും ആ സ്ഥലമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ? കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇന്നും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു, ഇപ്പോഴും ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെ കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സുകളിൽ ഇങ്ങനെ ഒരു തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ, അയ്യോ കർത്താവ് നടന്നുപോയ വഴിത്താരകളിലൂടെ അതൊന്നും നടക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ മോഹിച്ചിട്ടുണ്ടാവാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ 13ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് എപ്പോഴും ഇരുന്നു കൊണ്ട് ദൈവവചനം വായിക്കുന്ന ഒരു മഹാഭക്തനായ ഒരു മനുഷ്യനാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ദൈവം അപ്രകാരം ഒരു പിതാവിനെ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ എന്റെ അപ്പൻ ഇരുന്നിട്ട് ദൈവവചനം വായിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത് പോയിരുന്നു കൊണ്ട് എന്റെ അപ്പനോട് ദൈവവചനം കേട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പനോട് പറയും, അപ്പാ ഈ വഴികളിലൂടെ എനിക്ക് നടക്കാൻ പറ്റുമോ അപ്പാ? എന്റെ അപ്പൻ നടന്നുപോയ ഈ വഴിത്താരകളിലൂടെയൊക്കെ എനിക്കൊന്ന് ചവിട്ടാൻ പറ്റുമോ അപ്പാ? അവിടെ ഒന്ന് പാദങ്ങൾ പതിക്കാൻ പറ്റുമോ? അവിടെ ഒന്ന് കൈവയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് അത്രത്തോളം യെരുശലേം എന്റെ ഉള്ളിൽ പതിഞ്ഞു കിടന്നിരുന്നു പ്രിയ സഹോദരങ്ങളെ. അത്രത്തോളം കർത്താവിനോടുള്ള ഇഷ്ടം എന്റെ ഉള്ളിൽ പതിഞ്ഞു കിടന്നിരുന്നു. അപ്പോൾ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യം, മോളെ കർത്താവ് നിന്നെ യെരുശലേമിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്ന് 13ാമത്തെ വയസ്സിൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവ് നിന്നെ യെരുശലേമിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ ഒന്നായിരുന്നില്ല. യെരുശലേമിലേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം പിന്നീട് നാളുകൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയിട്ട് യെരുശലേമിലേക്ക് വരാനുള്ള ആഗ്രഹവും ആർത്തിയും മോഹവും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മുടെ സാഹചര്യം അതിന് അനുവദിക്കില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യമായി. ഒരിക്കലും യെരുശലേം എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്ന നാളുകളായിരുന്നു പ്രിയ സഹോദരങ്ങളെ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ലല്ലോ. നമ്മളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ആ പദ്ധതിയിലേക്ക് ദൈവം തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ചുറ്റി വളച്ച് കർത്താവ് കൃത്യമായിട്ട് യെരുശലേമിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ യെരുശലേമിലേക്ക് എത്തിയ എനിക്ക് യെരുശലേമിന്റെ വഴിത്താരകളിലൂടെ നടന്നുപോയി നിങ്ങളോട് സത്യങ്ങൾ വിളിച്ചു പറയുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. അതായത് ഈ ലോകത്തിൽ മറ്റാർക്കും കിട്ടാത്തൊരു ശ്രേഷ്ഠമായ ഒരു സുവിശേഷീകരണം ദൈവം എനിക്ക് ചെയ്യുവാൻ അവസരം ഒരുക്കി തന്നു. എല്ലാവരും വചനം എടുത്തു വെച്ചുകൊണ്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട്, ദേ നിൽക്കുന്നു മത്തായിയുടെ സുവിശേഷത്തിന്റെ വചനത്തിന്റെ സ്ഥലം, ഇതേ നിൽക്കുന്നു മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇതേ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം തന്നൊരു ഭാഗ്യമുണ്ടല്ലോ. ആ ഭാഗ്യം ഈ ലോകത്ത് ആർക്കും ലഭിക്കില്ല എന്ന് വേണം പറയുവാനായിട്ട്. പലരും സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് യെരുശലേമിൽ വന്നിട്ടുണ്ട്, ഇസ്രായേലിന്റെ കാഴ്ചകൾ എടുത്തിട്ടുണ്ട്, ജെറുസലേമിനെ കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം മടങ്ങിപ്പോയി. പക്ഷെ ഇന്നും ആ പ്രാണപ്രിയന്റെ വരവും കാത്തുകൊണ്ട് ഈ ജെറുസലേമിലും ഈ ഒലിവുമലയിലുമായിട്ട് ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. വേഗത്തിൽ നമ്മുടെ വശിക
ഒലിവുമലയിൽ കാല് ചവിട്ടുവാൻ പോവുകയാണ്. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രാണപ്രിയന്റെ പാദം ചവിട്ടുവാൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? ഇതാണ് കർത്താവ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അവനവൻ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചാട്ടെ, വിശുദ്ധൻ തന്നെത്താൻ വിശദീകരിക്കട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡോംബ് ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് മോറിയ മല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലമാണ് ഈ മോറിയ മല എന്ന് പറയുന്നത്. ഈ മോറിയ മല ഇരുന്ന സ്ഥലത്താണ് കർത്താവ് ശലോമോനോട് യെരുശലേം ദേവാലയം പണി കഴിപ്പിച്ചുകൊണ്ട് അതിവിശുദ്ധ സ്ഥലം അവിടേക്ക് ദൈവം ആക്കി വെക്കാൻ പറഞ്ഞത്. അങ്ങനെ അബ്രഹാം ഇസ്ഹാക്കിന് പകരമായിട്ട് കാട്ടുകൊറ്റിന് യാഗം കഴിപ്പിച്ച അതേ സ്ഥലത്ത് അതിവിശുദ്ധ സ്ഥലം പണി കഴിപ്പിച്ചു വെച്ചിരുന്നു. അങ്ങനെ അതിവിശുദ്ധ സ്ഥലം പണി കഴിപ്പിച്ചു വെച്ചിരുന്ന ഈ സ്ഥലത്തിലേക്കാണ് പിന്നീട് പിശാജ് AD 600-കളിൽ ഇസ്രായേലിനെ പിടിച്ചെടുക്കുകയും ഒട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇസ്രായേൽ പിടിക്കപ്പെടുകയും അതിനുശേഷം പിന്നീട് AD 550-കളിലെല്ലാം ഒട്ടോമൻ വന്നിട്ട് ഇസ്രായേലിനെ പിടിച്ചെടുത്തുകൊണ്ട് ഈ ഡോംബ് ഓഫ് ദ റോക്ക് പണി കഴിപ്പിച്ചു. അതിനു മുമ്പായിട്ട് ഉമർ വന്ന് എന്ത് ചെയ്തു? അലക്സ മോസ്ക് പണി കഴിപ്പിച്ചു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ ദേവാലയത്തിൽ വന്നിരുന്നിട്ട്, അവൻ ദേവാലയം ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇരുന്നു കൊണ്ട് 5 നേരം അവൻ വിളിച്ചു കൂകുകയാണ്. കക്കൂസിൽ ഇരുന്നു കൊണ്ട് താൻ മാത്രമാണ് ദൈവം, താൻ മാത്രമാണ് ദൈവം എന്നല്ല, താൻ മാത്രമാണ് ഏകദൈവം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് ആ സാത്താൻ. ഇതൊന്നും തിരിച്ചറിയാത്ത പെന്തക്കോസുകാരാ, ഇതൊന്നും തിരിച്ചറിയാത്ത ക്രിസ്ത്യാനിയെ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവവചനം നിവൃത്തിയാക്കപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതിന്റെ ഭാഗമായിട്ട് അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുദ്രകളിൽ പലതും പൊട്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പൊട്ടുവാനുള്ള മുദ്രകൾ മാത്രമേ ശേഷിപ്പുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും തലച്ചോറ് ഉണരു വിശ്വാസിയെ. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇനിയും 3-ാം യെരുശലേം ദേവാലയം ഇവിടെ കൊണ്ടുവന്ന് പണി കഴിപ്പിച്ച് വെക്കുമെന്നും യഹൂദന്മാർ ഇത് പിടിച്ചെടുക്കുമെന്നും ഇവിടെ യെരുശലേം ദേവാലയം പണി കഴിപ്പിക്കും എന്നുമെല്ലാം വിശ്വാസികളെ പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ദേവാലയം പണിയപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഒറ്റ കാര്യമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. മശിഹയുടെ കാല് വന്ന് ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല 2ആയിട്ട് ഇങ്ങനെ പിളരും. പ്രിയ സഹോദരങ്ങളെ, അത് തെക്കോട്ടും വടക്കോട്ടുമായിട്ട് പിളരുന്ന സമയത്ത് ഒലിവുമല 2ആയിട്ട് പിളർന്നു പോകുമ്പോൾ ഈ അലക്സ മോസ്കും ഈ ഡോംബ് ഓഫ് ദ റോക്കും എല്ലാം ഈ പിളർന്നു പോകുന്ന ഈ മണ്ണിനടിയിലോട്ട് അത് തനിയെ പോയി എന്ത് ചെയ്യും? പിളർന്നു പോകും. അത് തനിയെ നശിച്ചു പോകും. അങ്ങനെ മശിഹയുടെ കാല് ചവിട്ടുമ്പോൾ ഇതിന് പതനമുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ ഇത് തകർത്തുകൊണ്ട് ഇനിയൊരു യെരുശലേം ദേവാലയം പണിയത്തില്ല. അത് പണിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1967 ജെറുസലേമിനെ പിടിച്ചെടുത്തിട്ട് പോലും ഇന്ന് നിങ്ങൾക്കറിയാം ഗാസയുടെ അതിർത്തികളിൽ കയറി ചെന്ന് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ ഗാസയിലുള്ള പല മോസ്കുകളും തകർത്തെറിഞ്ഞു. പല മോസ്കുകളിനകത്ത് കയറിയിട്ടും അവരുടെ കുഴലുകൾ വിളിച്ചു വെച്ചിട്ട് ആ കോളാമ്പിയിലൂടെ ഇസ്രായേൽ മക്കൾ അതിന്റെ IDF-ന്റെ ആർമി ചെന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഷമാ ഇസ്രായേലോ യാഹ്വേ എലോഹിനോ യാഹ്വേ ഹാദ് എന്ന് പറഞ്ഞ് വിളിച്ചു കൂകുകയാണ്. അത്രമാത്രം അവർക്ക് അധികാരം കിട്ടി, അത്രമാത്രം അവരെ കൊണ്ടത് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 1967-കളിൽ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇത് തകർത്തെറിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ആലയം പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതാണ് പ്രിയ സഹോദരങ്ങളെ. കാരണം ഇനിയൊരു ദൈവം മനുഷ്യർക്ക് ആലയം പണിയാൻ അവസരം കൊടുക്കത്തില്ല. കൈപ്പണിയായ മൺകൂടാരങ്ങളിൽ ദൈവം ഇനി വസിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലാണ് ദൈവത്തിന്റെ മന്ദിരം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ദൈവം നിങ്ങളെ മന്ദിരമായി തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കർത്താവ് ദൈവത്തിന്റെ മന്ദിരം പണിതു കഴിഞ്ഞു. അതൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളാണ്, നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിന്റെ മന്ദിരം. ഈ ശരീരത്തെ പൊളിക്കാനാണ് പിശാചിനി പദ്ധതി തയ്യാറാക്കുന്നത്. അക്ഷരികാർത്ഥത്തിൽ AD 550-കളിലെ തന്നെ എന്ത് ചെയ്തു? ഈ സാത്താൻ വന്നു കയറി ഇവിടെ എന്ത് ചെയ്തു? ആലയം പണിതു വെച്ചു. അക്ഷരികാർത്ഥത്തിൽ അത് സംഭവിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും സകലത്തിനും മീതെ ജോണി KK സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന നല്ലത്. ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സന്നദ്ധമാക്കണം. സാത്താൻ കയറി മേയാൻ നമ്മളെ അനുവദിക്കരുത്. ഇവരെ പോലുള്ള മന്ദബുദ്ധികളായ മനുഷ്യ സമൂഹത്തോട് എന്താണ് പറയേണ്ടത്?
ഏറ്റവും വലിയ സാത്താൻ കയറി മേനി വെച്ചുകൊണ്ടിരിക്കുന്ന ജോണി കെ.കെയുടെ അടുത്താണ്. മറിയയുടെ രൂപവും എടുത്തു വെച്ചിട്ട് മറിയയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ജോണി കെ.കെ വന്നിട്ട് പറയുകയാണ്, സാത്താനുള്ളിൽ കയറി മേയാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വിഡ്ഢി സമൂഹത്തെ എങ്ങനെ നന്നാക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ? സത്യം തിരിച്ചറിയുവാൻ മനസ്സില്ലാത്ത വിവരദോഷികളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മാതാവിന്റെ രൂപത്തെയും എടുത്തു വെച്ചുകൊണ്ട് മാതാവിനെയും ആരാധിച്ച് സാത്താൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹം ഏത് കാലത്താണ് നന്നാകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആർക്കറിയാം പ്രിയ സഹോദരങ്ങളെ? അതായത് സുവിശേഷം പ്രസംഗിച്ച് നടക്കാനൊന്നും ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സുവിശേഷം മുഴുവനും പ്രസംഗിച്ച് നടന്നോ എന്നൊന്നും കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തന്ന ദൈവം വന്ന അവസരത്തെ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ദൈവവചന സത്യങ്ങൾക്കായിട്ട് അതിനെ എടുത്തുപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളിൽ ഇവിടെ ഒരു സാത്താനും കയറി നിരങ്ങിയിട്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. വെട്ടേണ്ട സ്ഥലങ്ങളെ വെട്ടണം. മൂർച്ചയോടെ വാളുകൾ ഉപയോഗിക്കേണ്ട സമയത്ത് മൂർച്ചയോടെ വാളുകൾ ഉപയോഗിക്കണം. വെട്ടി വീഴ്ത്തേണ്ടതിനെ എല്ലാം വെട്ടി വീഴ്ത്തണം. അതൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അവരെല്ലാം ശിഖണ്ഡികളാക്കി വെച്ചിരുന്നത് കൊണ്ടാണ്. ദൈവവചന സത്യങ്ങളെ പറഞ്ഞു കൊടുക്കാതെ, ദൈവവചന സത്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുക്കാതെ മനുഷ്യ സമൂഹത്തെ മുഴുവനും ശിഖണ്ഡിയാക്കി വെച്ചിരുന്നത് കൊണ്ടും പ്രതികരിപ്പാൻ കഴിവില്ലാത്തവനാക്കി വെച്ചിരുന്നത് കൊണ്ടും പാസ്റ്റർമാർക്ക് കള്ളന്മാർക്ക് കയറി കള്ളത്തരം കച്ചവടവും ചെയ്യുവാൻ കഴിഞ്ഞു. കാരണം വിഡ്ഢി സമൂഹം ചോദ്യം ചെയ്യില്ല. അയ്യോ എല്ലാം കൃപ 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 കൃപ, നമ്മളൊന്നും പറയാൻ പാടില്ല, കർത്താവ് നമ്മൾ ശിക്ഷിച്ചു കളയും, വെട്ടിക്കളയും, അങ്ങനെ കളയും ഇങ്ങനെ കളയും എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുരോഹിതന്മാരുടെ കള്ളത്തരങ്ങളും പാസ്റ്റർമാരുടെ കള്ളങ്ങരും മൂടി മറയ്ക്കപ്പെട്ടു വിഡ്ഢി സമൂഹത്തെ വാർത്തെടുത്തത് കൊണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കൂർമിച്ച് ആയുധത്തെ ഉപയോഗിച്ചു കൊള്ളേണ്ട സമയത്ത് കൂർമയോടുകൂടി ആയുധത്തെ ഉപയോഗിച്ചു കൊള്ളണം പ്രിയ സഹോദരങ്ങളെ. അതുമായിട്ട് ആത്മാവിന്റെ ബലങ്ങളെ കെട്ടിച്ചേർക്കേണ്ട കാര്യം വരുന്നില്ല. ഇവരൊക്കെ സുവിശേഷ വേലക്കാരെയൊക്കെ കണ്ടുവച്ചിരിക്കുന്നത് ഓ കൃപ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകളെ മകനെ സുവിശേഷം സുഖമായി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭക്തിയുടെ വേഷം കെട്ടി നടക്കുന്ന വേഷധാരികളെയെല്ലാം വിശുദ്ധന്മാരെന്ന് വിശദീകരിക്കുന്ന ഒരു വിഡ്ഢി സമൂഹത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവവചനം നിങ്ങൾ ഉടനീളം വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബദ്ധിയുടെ വേഷം കെട്ടി നടക്കുന്ന വിഡ്ഢി സമൂഹമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായിട്ട് ധീരമായിട്ട് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പക്ഷത്തിന് വേണ്ടി നിന്നുകൊണ്ട് മനുഷ്യരാശിക്ക് സൂപ്പിട്ടും സോപ്പിട്ടും കൊടുക്കുന്ന ദൈവദാസന്മാരല്ല ദൈവവചനത്തിൽ കാണുന്നത് മുഴുവനും. പിന്നെയോ ദൈവത്തിന് പകരമായി നിന്നുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഉണ്ടായിരുന്നത്. കർത്താവിന്റെ പക്ഷത്തിൽ നിന്നും സംസാരിക്കുന്നവനാണ് ഉണ്ടായിരുന്നത്. കർത്താവിന്റെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നവൻ വാളെടുത്ത് വെട്ടേണ്ട സമയത്ത് വാളെടുത്ത് വെട്ടും. മോശ ഇറങ്ങി വന്ന സമയത്ത് മോശ കാണുന്നത് അഹരോൻ എന്ത് ചെയ്യുകയാണ്? കാളക്കുട്ടിയെ വാർത്തു വെച്ചുകൊണ്ട് എല്ലാത്തിനെയും ആരാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോശ ചെയ്തുകൊണ്ടിരുന്നത് അയ്യോ മക്കളെ ചെയ്യല്ലേ മക്കളെ, എന്ത് മക്കളെ ഇങ്ങനെയൊന്നും പറയല്ലേ മക്കളെ എന്നല്ല മോശ പറഞ്ഞുകൊണ്ടിരുന്നത്. മോശ അപ്പോൾ തന്നെ കയ്യിലിരുന്നത് എന്ത് ചെയ്തു? വലിച്ച് നിലത്തെറിഞ്ഞിട്ടു. മോശ കയ്യിലിരുന്ന കൽപ്പനകൾ വലിച്ചു പൊട്ടിച്ചു. മോശ ദൈവം കൊടുത്ത കൽപ്പനകളാണ്, കൈപ്പലകളാണ് എഴുതി കൊടുത്തത്. പക്ഷെ മോശ കയ്യിലിരുന്നത് കൽപ്പനകളാണെന്നുള്ളത് ഓർമ്മ വരുന്നില്ല. കാരണം മോശയ്ക്ക് അത്രത്തോളം ദേഷ്യവും മാരിഷ്യവും മോശ എങ്ങനെ അത് പ്രതികരിക്കണമെന്ന് പോലും അറിയാതെ മോശയുടെ ദേഷ്യത്തെയും മോശയുടെ പ്രതികരണ ശേഷിയും എല്ലാം മോശ കയ്യിലിരിക്കുന്ന ദൈവം തന്ന വചനമാണല്ലോ എന്ന് പോലും ഓർക്കാതെ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചിട്ട് മോശ ചെന്ന് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് ചോദിച്ചപ്പോൾ യഹോവയുടെ പക്ഷത്ത് വേണ്ടി ചേർന്ന് നിന്നവരോട് പറഞ്ഞു, വെട്ടിക്കൊള്ളുക, നിന്റെ അപ്പനെ നോക്കരുത്, അമ്മയെ നോക്കരുത്, സഹോദരൻ നോക്കരുത്, സഹോദരിയെ നോക്കരുത്, ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് വെട്ടിക്കളയുക എന്ന് പറഞ്ഞുകൊണ്ട് മോശ അതിശക്തമായിട്ട് നിന്ന് സംസാരിച്ചത് ആ മോശ എന്ന് പറയുന്നത്. അല്ലാതെ കൃപ 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 മക്കളെ അന്ത്യകാലം എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പിട്ട് നിന്നെയൊക്കെ വൈറ്റ് വാഷ് അടിക്കാനല്ല ദൈവത്തിന്റെ ദൈവദാസൻ പ്രവാചകന്മാരെല്ലാം എഴുന്നള്ളി വന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആഹാബിനെ നോക്കിക്കഴിഞ്ഞാൽ ബാലിന്റെ പ്രവാചകന്മാരെ നോക്കിക്കൊണ്ട് ആഹാബിന്റെ ഏലിയാവ് എന്നാ പറഞ്ഞത്? ഏലിയാവ് ആഹാബിനോട് ബാലിന്റെ പ്രവാചകന്മാരോട് പറഞ്ഞു, എവിടെടാ നിന്റെ ദൈവം? പറയടാ, അവൻ തൂറാൻ പോയിരിക്കുകയാണോടാ? എടാ കുറെ നേരമാണല്ലോ നീ കിടക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്. നീയൊക്കെ കിടന്ന് കുറെ നേരം കൊണ്ടുകിടന്ന് നിന്റെ ബാലിന്റെ ദൈവനെ ബാലയെ ബാലയെ വായ വായെന്ന് പറഞ്ഞ് നീയൊക്കെ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൻ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. അവൻ തൂറി മെഴുകാൻ പോയതാണോ? അതവൻ കറങ്ങി നടക്കാൻ പോയതാണോ? അതവൻ ടൂറിന് പോയിരിക്കുകയാണോ? വിളിക്കടാ അവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയായിട്ടും വിളിച്ചു വരുത്താത്തത് കൊണ്ട് ഏലിയാവ് ശക്തമായി പരിഹസിക്കുകയാണ്, ഏലിയാവ് ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് ഏലിയാവ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വരുത്തിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആക്ഷേപിച്ചതിന്റെ പേരിൽ കർത്താവോടെ ഇരുന്നിട്ട്, മകനെ നീ ഭക്തവത്സനല്ലേ, എന്റെ സുവിശേഷം പറയാൻ വേണ്ടി വന്നവനല്ലേ, ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കാൻ കൊള്ളാമോ കുഞ്ഞാടെ എന്നൊന്നുമല്ല കർത്താവ് ചോദിച്ചത്. ഏലിയാവ് അവിടെ യാഗപീഠത്തിന്മേൽ കല്ലുകൾ എടുത്തു വെച്ച് യാഗപീഠം പണിത് കഴിപ്പിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആത്മാവ് തീയിറക്കി കൊടുത്തു. അപ്പോൾ യഹോവയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവനെ ആ ദൈവത്തിന് വേണ്ടത്, അല്ല നാട്ടുകാരനെയും പാച്ചർമാരെയും പുരോഹിതന്മാരെയും വെയിറ്റ് വാഷ് അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വിശുദ്ധ പട്ടം ചമഞ്ഞ് നടക്കാൻ എന്നെ കിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. അതിന്റെ പേരിൽ നിങ്ങളെല്ലാം എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചാലും എനിക്കിവിടെ ഒരു ചുക്കുമില്ല. എന്റെ കർത്താവ് എന്നെ നടത്തേണ്ട രീതിയിൽ എന്നെ നടത്തുകയും എന്റെ കർത്താവ് എന്നോട് പറയേണ്ട രീതിയിൽ പറഞ്ഞുകൊള്ളുകയും ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അനു ജോർജ്, ഇസബേലിന്റെ ആത്മാവ്, അതെ, സത്യം വിളിച്ചു പറയുമ്പോൾ ഇസബേലിന്റെ ആത്മാവായിട്ട് തോന്നും. പാസ്റ്റർമാർക്ക് പാദസേവ ചെയ്യാൻ പറയും. നിനക്കൊക്കെ നാണവും മാനവും ഉണ്ടോ? ഇസബേലിന്റെ ആത്മാവ് ഒന്ന് സാത്താനെ ആരാധിക്കാനാ പറയുന്നത്. ഞാൻ സാക്ഷാൽ യൂത്ത് വൗഹേ എന്ന് പറയുന്ന യാഹുവേ എന്ന ദൈവത്തെ ആരാധിക്കാൻ പറയുമ്പോൾ എന്റെ മേലിരിക്കുന്ന ഇസബേലിന്റെ ആത്മാവാണെങ്കിൽ അന്ന് യഹോശുവ മശിഹ ഭൂമിയിൽ വന്നപ്പോഴും കർത്താവിനോടും പറഞ്ഞു, ഇവന്മാരെല്ലാം ബേത്സെബൂലിന്റെ ആത്മാവിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പോൾ എന്നെയും അതേ പദവിയിലാ നിങ്ങൾ കാണുന്നതെന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ പ്രിയ സഹോദരങ്ങളെ. എന്റെ കർത്താവിന് കൊടുക്കാത്ത പ്രത്യേക പദവിയൊന്നും അല്ലല്ലോ നിങ്ങൾ എനിക്ക് തരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ ഉള്ളു കത്തുകയാണ്. അപ്പോൾ ഇവർക്ക് പറഞ്ഞു പരത്താൻ തോന്നും, ഇത് ഇസബേലിന്റെ ആത്മാവ്, സാത്താന്റെ ആത്മാവ്. അതെ, എന്റെ കർത്താവ് വന്നിട്ടും യെരൂശലേമിൽ നിന്നുകൊണ്ട് ഇവന്മാർ കാട്ടുന്ന അനീതിയും ഈ പരീശന്മാരും ശാസ്ത്രിമാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം ദൈവവചനത്തെ മറച്ചു കളഞ്ഞുകൊണ്ട് ദൈവവചനത്തെ കച്ചവടമാക്കിക്കൊണ്ട് നടന്ന സമയത്ത് എന്റെ കർത്താവ് ആലയത്തിൽ കയറി ചാട്ടവാറെടുത്തുകൊണ്ട് ഇവന്മാരെ വാനും വീനും വീശിക്കൊണ്ട് എല്ലാ മേശകളും തട്ടിമറിച്ചുകൊണ്ട് എന്റെ ആലയം ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അതിശക്തമായി സംസാരിച്ചപ്പോൾ കേട്ടിരുന്നവർക്കെല്ലാം വിറങ്ങലിച്ചു. അവരുടെ കച്ചവടം പൂട്ടിപ്പോകുമെന്നുള്ളത് മനസ്സിലായി. അപ്പോഴേക്കും ഇവര് പറയുവാൻ തുടങ്ങി, അയ്യോ, ഇവൻ സാത്താന്റെ ആത്മാവിനാൽ ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഇവന്റെ മേൽ സാക്ഷാൽ സാത്താൻ കുടികൊള്ളുകയാണ്. ഇതുപോലെ തന്നെ ഇസബേലിന്റെ ആത്മാവെന്നൊക്കെ അന്ന് കർത്താവിനെയും വിളിച്ചുകൂവിയ മനുഷ്യ സമൂഹത്തിനിടയിലല്ലേ നമ്മളിന്നും പാർക്കുന്നത്. അതുപോലെ സത്യം പറയുമ്പോൾ ഇത് കേൾക്കാൻ കുറച്ചു പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെ കേൾക്കാൻ പലർക്കും ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിന്റെ ആലയമാണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഈ അലക്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലത്ത്, ഈ ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഇനിയും യെരൂശലേം ദേവാലയം പണി കഴിപ്പിക്കുമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് പാസ്റ്റർമാർ പറഞ്ഞിരുന്ന കള്ളത്തരത്തിനകത്ത് തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ഈ പാസ്റ്റർമാരുടെ കള്ളത്തരത്തിനകത്ത് തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന വിശ്വാസികളെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും ഒരു ആലയം ഇവിടെ പണി കഴിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിന്റെ മന്ദിരം, നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിന്റെ മന്ദിരം. അതിനെ തകർത്ത് കളയുവാനാണ് പിശാച് പദ്ധതി തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. അതിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയുവാനാണ് പിശാച് പദ്ധതി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന സമയത്ത് ചിലർക്ക് ദഹിക്കില്ല പ്രിയ സഹോദരങ്ങളെ. ചിലർക്ക് ഈ സാത്താന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ സാത്താൻ എഴുന്നേക്കും. ശബത്തിനെ ഫോളോ ചെയ്യാൻ പറയുമ്പോൾ സാത്താൻ കുട്ടികൾക്കെല്ലാം വിറയില്ല. ശബത്തിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ കുട്ടികൾക്ക് വിറയില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ ശബത്ത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശബത്ത് ദൈവത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞുകൊണ്ട് ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് എന്തിനാണ് ഈ ഇളക്കപ്പെരുപ്പം, എന്തിനാണ് ഈ ഭയം കൊടുക്കുന്നത്, അത് ക്രിസ്ത്യാനിക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ എഴുന്നേക്കുന്നത് എന്തുകൊണ്ടാണ്? സാത്താൻ വിറയ്ക്കുകയാണ്. ആ അടയാളം ഏൽക്കാൻ പോകുന്നു. അന്ത്യകാലത്തിൽ ജനം സത്യം അറിയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ വെളിപ്പെട്ടു വരുന്നു, ഹൃദയം തുറക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ സാത്താന് വിറങ്ങലിപ്പുണ്ടാകും. ഈ ജനം സത്യം അന്വേഷിച്ചു പോയാലോ, അതുകൊണ്ട് അവന് ഭയപ്പാടുണ്ടാകും. അതുകൊണ്ടല്ലേ ഇവൻ ശബ്ബത്ത് കേൾക്കുമ്പോൾ പേടിക്കുന്നത്. എടാ, ശബ്ബത്ത് നീ ആചരിച്ചാലും ദൈവത്തിന്റെ കൽപ്പനയല്ലേ, അത് ആചരിക്കണ്ട എന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? അപ്പോൾ സാത്താനല്ലേ പ്രിയ സഹോദരങ്ങളെ. ശബ്ബത്ത് എന്ന് കേൾക്കുമ്പോൾ ഇവന്മാർക്ക് പേടി വരികയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഏകദൈവം എന്ന് പറയുമ്പോഴത്തേക്കും ഇവന്മാർക്ക് വിറങ്ങലിക്കുകയാണ്. ഏകദൈവമൊന്നുമല്ല, നമ്മുടെ ദൈവം കർത്താവ് ഏകദൈവമാണ്, ഏകദൈവം. അപ്പോഴും പേടി വരികയാണ്. യാക്കോബിന്റെ അപ്പോസ്തലൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അറിഞ്ഞുകൊള്ളുക, സാത്താൻ പോലും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുക മാത്രമല്ല, അവൻ ഏകദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഇരിക്കുന്ന സ്ഥലത്ത് കയറി ഇരുന്നിട്ട് യെരൂശലേം ദേവാലയം ഇരുന്നിടത്തിരുന്നു കൊണ്ട് ശെമാ ഇസ്രായേലു അദോനായ എലോഹിനു അദോനായ യഹോവ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അതേ യെരൂശലേം ദേവാലയത്തിരുന്നുകൊണ്ട് തള്ളാഹു കുക്കുംബർ, തള്ളാഹു മാത്രമാണ് ഏകദൈവം എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ, ഏകദൈവം എന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് ഭയം കൊടുക്കുന്നത്? ഏകദൈവം എന്ന് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ നമ്മളെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആരാണ്? സാത്താനാണ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവന് നിങ്ങൾക്ക് ഏകദൈവം എന്ന് പറയാനായിട്ട്
ഭയപ്പെടുത്തുകയാണ് നിങ്ങളെ ഏകദൈവം എന്ന് പറയിക്കാതിരിക്കാൻ അവൻ ശ്രമം നടത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നിങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുകയാണ് സാത്താൻ. ഈ അന്ത്യകാലത്ത് സത്യങ്ങളെ ഉണരി പ്രിയ സഹോദരങ്ങളെ. ചിലർക്ക് മാത്രമേ ഇത് കണ്ണ് തുറക്കത്തുള്ളൂ, കർത്താവ് തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ ഇത് തുറക്കത്തുള്ളൂ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഇനി കാലമുണ്ടാകുകയില്ല, അവസാന ദൂതൻ കാഹളം ഊതുന്ന നാദത്തിന്റെ കാലത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം തന്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ ദൈവം ഈ കാലത്തും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത് അന്ത്യകാലഘട്ടത്തിൽ മാത്രം മറയ്ക്കപ്പെട്ടിരിക്കുന്ന മർമ്മമാണ്. അത് അന്ത്യകാലഘട്ടത്തിൽ മാത്രം ദൈവം തെരഞ്ഞെടുത്ത ജനത്തിനാണ് അത് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ആ ജനം മാത്രമേ അത് തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. കണ്ടവനൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഭോഷ്ക് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കുന്നു. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് ഭോഷ്കിൽ നിങ്ങളെ രസിക്കാൻ വിട്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏകദൈവം വേണ്ട എന്ന് കർത്താവ് തള്ളിയത് കൊണ്ടാണ്. നിങ്ങൾ ശബത്തിനെ അടയാളമാക്കണ്ട എന്ന് കർത്താവ് തള്ളിയത് കൊണ്ടാണ്. ശിക്ഷാവിധി വരേണ്ടതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ജനം സത്യം അന്വേഷിച്ചില്ലെന്നുകൊണ്ടോ, ഈ ജനം സത്യത്തെ കൈക്കൊണ്ടില്ലെന്നുകൊണ്ടോ നിങ്ങൾ ഭാരപ്പെടുകയോ നിങ്ങൾ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ, അതിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുക മാത്രം ചെയ്യുക പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അറിഞ്ഞുകൊള്ളുക, പ്രാണപ്രിയൻ വരാൻ സമയമായി. കർത്താവിന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടാൻ പോവുകയാണ് പ്രിയ സഹോദരങ്ങളെ. ഈ കാഴ്ചകൾ ഞാൻ ഒലിവുമലയെ കുറിച്ചുള്ള കാഴ്ചകൾ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ട്. കാരണം ലൈവായിട്ട് വന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ നെറ്റ് കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാഴ്ച കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ അത് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞുകൊള്ളുക, നമ്മുടെ മഷിക വരാൻ പോകുന്നു. ഞാൻ എത്രത്തോളം ആവേശത്തിലാണ്, ഞാൻ എത്രത്തോളം സന്തോഷത്തിലാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല പ്രിയ സഹോദരങ്ങളെ. കാരണം എന്റെ പ്രാണപ്രിയൻ ഇവിടെ ചവിട്ടി നിന്ന സ്ഥലമാണ്. എന്റെ പ്രാണപ്രിയൻ നടന്നുപോയ വഴികളാണ്. എന്റെ പ്രാണപ്രിയൻ ദാ വരാൻ പോകുകയാണ്. എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. നമ്മുടെ മഷിക വരുന്ന സമയത്തും ഞാൻ ജെറുസലേമിൽ തന്നെ ഉണ്ടായിരിക്കും. നീ ജെറുസലേമിൽ തന്നെ നിൽക്കണം, വാങ്ങിപ്പോകാതെ ജെറുസലേമിൽ തന്നെ പാർക്കണമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ജെറുസലേമിൽ തന്നെ പാർക്കും പ്രിയ സഹോദരങ്ങളെ. എന്റെ കർത്താവിന്റെ വരവിനെ കണ്ടുകൊണ്ട്, എന്റെ കർത്താവിന്റെ വരവ് വേഗത്തിൽ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ആ വരവിനെയും കാത്ത് ഞാൻ നിൽക്കുകയാണ്. അതിനൊപ്പം നിങ്ങളും വീടുകളിലെല്ലാം ശബത്തിനെ ആചരിക്കുവിൻ. ശബത്തിന് മുടക്കം വരുത്തരുതേ പ്രിയ സഹോദരങ്ങളെ. അത് അടയാളമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ശബത്ത് നിങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന ഒരു അടയാളമാണ്. ആ അടയാളവും മുദ്രയും ഏറ്റവും മാത്രമേ ഈ അന്ത്യകാലത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, ശബത്തിനെ ആചരിക്കുവിൻ, ശബത്തിനെ ആചരിച്ചുകൊള്ളുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് നിങ്ങൾക്കും എനിക്കും തമ്മിൽ ഒരു അടയാളമായിരിക്കുന്നു. അപ്പോൾ സാത്താന്റെ അടിമകളെ തിരിച്ചറിയേണ്ടതിന് സാത്താൻ ഒരു അടയാളം കൊടുക്കുന്നതാണ് ഈ 666 എന്ന് പറയുന്ന മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത്. ഈ വാക്സിനിലൂടെ അത് സാത്താൻ ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അത് വാക്സിനിലൂടെ മാത്രമല്ല, പലതരത്തിൽ ആ അടയാളം ഇന്ന് ഓരോരുത്തരും ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അങ്ങനെ ലോകത്ത് സാത്താൻ തന്റെ അടയാളം ഇട്ടുകൊണ്ട് സാത്താന്റെ അടിമകൾ എന്നറിയാൻ വേണ്ടി സാത്താൻ ഒരു ജനത്തെ വാർത്തെടുക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ശബത്തിനെ ഞാൻ നിങ്ങൾക്ക് അടയാളമാക്കി തന്നിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് എനിക്കും നിങ്ങൾക്കും തമ്മിലൊരു അടയാളമാണ്. അപ്പോൾ ദൈവത്തിന്റെ മക്കളെ വേർതിരിച്ചുകൊണ്ട് ദൈവം അവർക്കൊരു അടയാളം ഇട്ടുവെച്ചു കൊടുത്തിട്ടുണ്ട്. ആ അടയാളമാണ് ശബത്ത് എന്ന് പറയുന്ന അടയാളം. അത് നിങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊള്ളുക. അതിനെ ഒരു കാരണവശാലും നിങ്ങൾ കളയരുത്. അത് അവസാനം വരെയും മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങൾ ശബത്ത് ആചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പുറമേ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ. അത് നിങ്ങളും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും വീടുകളിലാണല്ലോ അത് സംഭവിക്കുന്നത്. നിങ്ങൾ കൂട്ടായ്മയിലും കൂട്ടത്തിലും പോയി കിടക്കുമ്പോഴല്ലേ ആളുകൾ അറിയുന്നത് ഇവൻ ഏതോ ഒരു ശബത്ത് ആചരിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഏതോ സംഘടനയിലുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യകാലഘട്ടത്തിൽ അത് നിങ്ങൾക്ക് ദോഷമായി വരുന്നത്. പക്ഷെ ശബത്തിനെ ആചരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് വീടുകളിൽ പാർക്കുന്നവനെ കുറിച്ചൊന്നും ആരും ഗ്രഹിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭൂതലത്തിലൊക്കെയും വരുവാനുള്ള പരീക്ഷാകാലത്ത് സഹിഷ്ണുതയോടുകൂടി എന്റെ വചനത്തെ നീ കാത്തുകൊണ്ടതിനാൽ ഞാനും നിന്നെ കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ശബത്ത് ആചരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അവരോടായിരിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ദൈവം നിങ്ങളെ കാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കും. വരാൻ പോകുന്ന വർഷം അപകടത്തിന്റെ വർഷമാണ്. 2024 പലതും സംഭവിക്കും പ്രിയ സഹോദരങ്ങളെ. ലോകത്ത് പല പല കാര്യങ്ങളിലേക്കും അജണ്ടകളിലേക്കും ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അജണ്ടകളെല്ലാം നടപ്പാക്കിയെടുക്കുവാൻ അവർ ശീഘ്രത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി പലതും
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മനുഷ്യരെയും അടിമയാക്കാനുള്ള അടിമക്കളങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിമയാക്കുന്നവൻ അടിമയായി കൊണ്ടുപോകും, വിശുദ്ധൻ വാളിനിരയാക്കുന്നവൻ വാളിനിരയാക്കപ്പെടും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ടാണ് ആവശ്യം. എത്ര പേർ പിടിച്ചു നിൽക്കും, എത്ര പേർ പിടിച്ചു നിൽക്കും പ്രിയ സഹോദരങ്ങളെ. വാക്സിൻ എന്ന് പറയുന്ന ഒരെണ്ണം കൊറോണയുടെ പേരിൽ കൊണ്ടുവന്ന് ഈ ലോകത്തിന് മുഴുവനും കൊടുത്തപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞതുപോലെ അവർ നിങ്ങൾക്കൊരു കെണി വെക്കും. മദ്യപാനത്തിലും ഭക്ഷണം, നിങ്ങളുടെ ഉപജീവന മാർഗത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലും അവർ നിങ്ങൾക്ക് അതിഭക്ഷണത്തിലും നിങ്ങൾക്ക് അവർ കെണി വെക്കും. അത് ഭൂതലത്തിലൊക്കെയും വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടും ആ മുന്നറിയിപ്പിനെ വകവെക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് എല്ലാവരും പോയി എന്ത് ചെയ്തു? പാസ്റ്റർമാരുടെ വാക്കുകൾ കേട്ടു, അവർ പറഞ്ഞു തരുന്നത് കേട്ടു, ഈ ലോകം പറഞ്ഞു തരുന്നത് കേട്ടു, ഈ നാശത്തിന്റെ ജനം പറഞ്ഞു തരുന്നത് കേട്ടു, ഈ നേതാക്കന്മാർ പറഞ്ഞു തരുന്നത് കേട്ടു. ദൈവവചനത്തെ കൈക്കൊണ്ടില്ല, ദൈവവചന സത്യത്തെ കൈക്കൊണ്ടില്ല. സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവർ ശിക്ഷാവിധിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഈ വാക്സിൻ എന്ന് പോലും ഇവർ തിരിച്ചറിഞ്ഞില്ല. സാമാന്യ ബുദ്ധിയുള്ളവന് പോലും മനസ്സിലാക്കിയില്ല. 3 മാസങ്ങൾ കൊണ്ടൊരു വാക്സിൻ ആർക്കെങ്കിലും രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ഇത് വർഷങ്ങളായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന സാധനമാണ്. ഇത് വർഷങ്ങളാൽ അവന്മാർ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനമാണ്. അത് വിളംബരം ചെയ്യുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒന്നാണ് ഈ കൊറോണ എന്ന് പറയുന്ന ഒരു സാധനം. എന്തിനാണെന്നറിയാമോ? അത് mRNA വാക്സിനാണ്. നിങ്ങളുടെ DNA മാറ്റിമറിക്കുവാനുള്ള ഒന്നായിരുന്നു. ആ DNA മാറ്റിമറിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മനുഷ്യനല്ലാതെയായി മാറിക്കഴിഞ്ഞു. ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന മന്ദിരത്തെ പൊളിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ അഭിഷേകത്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ കൂട്ടമായിട്ട് കൂടി ആലോചിക്കുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ വലിച്ചെറിഞ്ഞു കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്വർഗത്തിൽ നിന്നും അവരെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും കെട്ടുകളെ നിനക്ക് പൊട്ടിക്കാൻ പറ്റില്ലടാ. എടാ, എല്ലാവരുടെയും കെട്ടുകളെ പൊട്ടിക്കാൻ പറ്റില്ലടാ. ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന എന്റെ ഒരു ജനം ബാക്കി ശേഷിച്ചിരിപ്പുണ്ട്. ഞാൻ മുദ്രയിട്ട് വെച്ചിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ ബാക്കി ഇരിപ്പുണ്ട്. അവർ പിടിച്ചു നിൽക്കും. അവരുടെ കെട്ടുകളെ നീ എങ്ങനെ പൊട്ടിക്കും? നീ ലോകത്തിലെ കുറെ പേരുടെയൊക്കെ പൊട്ടിക്കുമായിരിക്കും. പക്ഷെ ഞാൻ വേർതിരിച്ചു വെച്ചിരിക്കുന്ന, എനിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, എനിക്ക് വേണ്ടി ജീവനെ കൊടുക്കാനും കാത്തിരിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. അവർ അവരുടെ ജീവനെ എന്ത് ചെയ്യത്തില്ല, നിനക്ക് തരില്ല. അവരവരുടെ ശരീരം വിട്ടുതരില്ല. അവരവരുടെ മന്ദിരം പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കാത്തിരുന്ന് അവർ നോക്കി പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെയൊക്കെ കണ്ടിട്ടാ കർത്താവ് ചിരിച്ചത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയും എന്നെയൊക്കെ കണ്ടിട്ടാ കർത്താവ് ചിരിച്ചത്. കാരണം എന്നറിയാമോ? എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഈ ശരീരം ഈ സാത്താൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ കർത്താവിന് നമ്മളെ കുറിച്ച് മുന്നമേ പദ്ധതി ഉണ്ടായിരുന്നു. നമ്മളെ അറിയാമായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, അവർ പൊട്ടിക്കാൻ നോക്കുന്ന കെട്ടേതാണെന്നറിയാമോ? നിങ്ങളുടെ DNA. കർത്താവ് കെട്ടിവെച്ച കെട്ടേതാണ്? അത് DNA ആണ്. പല കോടാനുകോടി അക്ഷരങ്ങളെ കൊണ്ട് കർത്താവ് കോർത്തു വെച്ചിരിക്കുകയാണ്. ദൈവവും നിങ്ങളുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിന്റെ ഒരു DNA കെട്ടാണ് കർത്താവ് കെട്ടിവെച്ചിരുന്നത്. അതിനെ പൊട്ടിക്കാനാണ് ഇവന്മാർ പദ്ധതി തയ്യാറാക്കിയതും അതിനെ പൊട്ടിച്ചുകൊണ്ടാണ് ഇവന്മാർ രംഗത്ത് വന്നതും. അതിനൊരു കെണി വെക്കുമെന്ന് പറഞ്ഞാണ് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മുന്നമേ കൂട്ടി പറഞ്ഞതും. അവർ വെക്കാൻ പോകുന്ന കെണി ഏതാന്ന് പറഞ്ഞ് കർത്താവ് വെളിപ്പെടുത്തി തന്നു. അത് ഏതൊക്കെ കെണിയാന്ന് പറഞ്ഞാൽ, അതിഭക്ഷണത്താൽ. മനുഷ്യൻ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ വാക്സിൻ എടുത്തേ പറ്റത്തുള്ളൂ. നീ ജോലിക്ക് പോണമോ? നീ വാക്സിൻ എടുത്തേ. ഉപജീവന മാർഗത്താൽ നീ ജോലിക്ക് പോണോ? വാക്സിൻ എടുത്തേ പറ്റത്തുള്ളൂ. നിനക്ക് മദ്യപിക്കണമോ? ബാറിൽ കയറണോ? വാക്സിൻ എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ 3 കെണിയും കൃത്യമായി വെച്ചുകൊണ്ട് അവന്മാരുടെ അജണ്ട നടപ്പാക്കി എടുത്തപ്പോൾ എല്ലാവന്മാരും കൂട്ടമായിട്ട് പോയി വീണു കൊടുത്തില്ലേ? പാസ്റ്റർമാരുടെ കയ്യിൽ മുട്ടാക്കിട്ട് കിടന്നവന്മാരെല്ലാം പോയി വീണു കൊടുത്തില്ലേ? കർത്താവ് ഗംഭീരനാദത്തോടും എന്ന് കൊട്ടിയും പാടിയവനെല്ലാം കർത്താവ് വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴും അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹോദരകാലത്തിൽ അവർ കടന്നു പോകത്തില്ല. അതിനു മുമ്പേ കർത്താവ് വന്ന് എടുത്തോണ്ട് പോകുമെന്ന് ആ പാസ്റ്റർമാർ ഈ പൊട്ടന്മാരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരറിഞ്ഞില്ല കർത്താവ് പിശാച് വേറൊരു വഴിയിലൂടെ കറങ്ങി വന്നത് എന്ത് ചെയ്തത്, ഇവരെ ട്രാപ്പ് വെച്ച് പിടിച്ചെന്നുള്ള കാര്യം അവരറിഞ്ഞില്ല. പ്രിയ സഹോദരങ്ങളെ, പിശാച് എങ്ങനെ വെച്ച് ട്രാപ്പ് വെക്കണമോ ആ തരത്തിൽ അവൻ വളഞ്ഞു കുത്തി ട്രാപ്പ് വെച്ച് എന്ത് ചെയ്തു, ഈ ജനത്തെ പിടിക്കുവാൻ പദ്ധതി തയ്യാറാക്കി. അവൻ പിടിച്ചോണ്ട് പോയവരെല്ലാം പിടിച്ചോണ്ടുപോയി. അടിമയാക്കുന്നവൻ അടിമയായി കൊണ്ടുപോകും, വാളിനിരയാക്കുന്നവൻ വാളിനിരയാക്കപ്പെടുമെന്ന് ദൈവവചനം സത്യം പറഞ്ഞത് ചുമ്മാതെയാണോ? അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, കാത്തിരുന്നു കൊള്ളുക. കർത്താവ് വരാൻ സമയമായി. എന്തു പ്രതിസന്ധികൾ വന്നാലും, എത്രത്തോളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒരു കാര്യം മനസ്സിൽ കരുതി വെച്ചുകൊള്ളുക, കഷ്ട
കഷ്ടതയിലൂടെ കടന്നുപോയി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിടിച്ചടക്കുവാൻ പറ്റത്തുള്ളൂ. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. നിന്നെ കൊള്ളാവുന്നവന് കണ്ടായന് മാത്രമേ കർത്താവ് തരത്തുള്ളൂ. ചുമ്മാ കണ്ട അണ്ടനും മടകോടനും കർത്താവേ ഞാൻ പാവിയാണേ, എന്നെ രക്ഷിക്കണേ, കർത്താവിന് നാമത്തിൽ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഷബാ ഷംബാട് ഇബാർ ആബാ അബാ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്ത് കയറി ഇന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നാലൊന്നും അവനെ ഒന്നും കർത്താവ് കൊണ്ടുപോകാൻ പോകുന്നില്ല. പിന്നെയോ കർത്താവ് പരീക്ഷണത്തിലൂടെ കടത്തിവിട്ട് നോക്കും ഇത് കൊള്ളാവുന്നവനാണോ എന്ന് തെളിഞ്ഞ ശേഷം മാത്രമേ കർത്താവ് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം തരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ്. ഈ സമയത്ത് പലവിധ പരീക്ഷണങ്ങൾ വരും, പലവിധ ഞെരുക്കങ്ങൾ വരും. കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാത്ത വിധത്തിൽ നമ്മളെ എന്ത് ചെയ്യും, ഇവർ കെട്ടിവെക്കും. അതിനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം വന്നിരിക്കുന്നത്, അതിനാണ് ഈ ഹെൽത്ത് എയ്ഡ് കൊണ്ടുവരുന്നത്. അതിനാണ് എന്റെ പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെ കുറേശ്ശെ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അജണ്ടയിലേക്ക് ലോകം മുഴുവത്തെയും എത്തിക്കാനുള്ള പല പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കെട്ടി ഈ ഡിജിറ്റൽ കറൻസിയും ഈ ഹെൽത്ത് എയ്ഡിയും എല്ലാമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾക്ക് നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്കും എല്ലാവരും തെറ്റിപ്പോകും, എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരുമ്പോഴത്തേക്കും. കാരണം ഇവരെ കഷ്ടം പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ, വിശ്വാസിക്ക് കഷ്ടം പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും അയ്യ തിന്നണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം ജോലിക്ക് പോകണ്ടേ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരൊക്കെ തന്നെയാണ്, ഇപ്പം ജോലിക്ക് പോകണ്ടേ, അതുകൊണ്ട് എടുത്തുപോയി പിന്നെ എടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ഈ അന്ത്യകാലഘട്ടത്തിലും സംഭവിക്കാൻ പോകുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഹെൽത്ത് ID എന്ന് പറയുന്ന ഈ സംഭവം വരാൻ പോകുകയാണ്. ഈ ഹെൽത്ത് ID വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ ആളുകളെല്ലാം കൂടി പോയിട്ട് എന്ത് ചെയ്യും, ഈ വാക്സിന് വേണ്ടി കമിഴ്ന്നു വീണ് കിടക്കും പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ വഞ്ചിക്കപ്പെട്ടു പോകും കുറെ പേര്. കാരണം കഷ്ടം സഹിക്കാൻ പേടി. ആഹാരം കിട്ടിയില്ലെങ്കിലോ, അയ്യോ ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ, കിടന്നുറങ്ങാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലോ, നമ്മളെ പിടിച്ച് ജയിലിലിട്ടാലോ, നമ്മളെ പിടിച്ച് കൊന്നാലോ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുകയാണ്. ഈ ശരീരത്തെ ഓർത്ത് ഇനി ഭാരപ്പെട്ടും വ്യാകുലപ്പെട്ടും ഇരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ. ഇനി നിങ്ങൾ ഈ ശരീരത്തെ ഓർക്കണ്ട, ഇത് കൊടുക്കാനുള്ള സമയമാണ്. ഇത് ചീള് കേസാണ്, ഇത് ഭൂമിയിലേക്ക് പുഴുവായി തീരേണ്ട ഒന്ന് സംഭവമാണ്. അതുകൊണ്ട് ഇതിനെ ഓർത്ത് നിങ്ങൾ ഇനി ൊന്നും ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, കരയേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെയോ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ശരീരത്തെ അല്ല, ഇപ്പോൾ ആത്മാവിനെ ഓർത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിടിച്ചു നിൽക്കേണ്ടത്. ശരീരം ഇരിക്കുന്നിടത്തോളം ഇരുന്നിട്ട് പോട്ടെ, സൂക്ഷിക്കുന്ന പറ്റുന്നിടത്തോളം സൂക്ഷിച്ചോട്ടെ. പക്ഷെ നിങ്ങളുടെ ശരീരത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവൻ വരുമ്പോൾ ശദ്രക്കും മേശക്കും അബേദനഗുനെയും പോലെ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം പറയണം. ശദ്രക്കും മേശക്കും അബേദനെ പോലെ പറയണം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ശരി, നീ ഉണ്ടാക്കി വെച്ച ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കാൻ പോണില്ല. അതെന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എടാ ദൈവം ഈ സമയം ചിലപ്പോൾ ഇറങ്ങി വന്ന് വിടുവിച്ചെന്നിരിക്കും, ഇറങ്ങി വന്ന് വിടുവിച്ചില്ലെന്നെങ്കിലും ഇരിക്കും. എന്നാലും നീ ചാകാൻ തയ്യാറാകണം, എന്നാലും നിന്റെ ശരീരം വിട്ടുകൊടുക്കാൻ ആകരുത്, എന്നാലും നീ നിന്നെ കൊണ്ട് ജയിലിട്ടാലും പോയി കിടക്കണമെന്നേ. നിനക്ക് ഭക്ഷണം തന്നില്ലയോ, ധൈര്യമായിട്ട് കിടക്ക്. എന്തായാലും നിന്റെ ജീവൻ എന്ത് ചെയ്തിട്ടില്ല, പോകത്തില്ലല്ലോ. പലപ്പോഴും ചെയ്യും പട്ടിണി 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 എന്ന് പറഞ്ഞ കരയല്ല വേണ്ടത്. ആ പട്ടിണി കിടക്കുന്ന സമയത്തും പറയണം കർത്താവിനോട്, കർത്താവേ ഈ പട്ടിണി കിടന്ന സമയത്തും എന്റെ ജീവനെ പിടിച്ചു നിർത്തിയല്ലോ, അതിന് നന്ദിയപ്പ എന്ന് പറയണം. അല്ലാതെ അയ്യോ പട്ടിണിയാണേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് കൂവുകയല്ല വേണ്ടത്. ഈ പട്ടിണി കിടക്കുന്ന സമയത്തും എന്റെ ജീവനെ പിടിച്ചു നിർത്തിയല്ലോ അപ്പാ, അതിന് നന്ദി പിതാവേ, എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ തരണമേ. അന്ത്യകാലഘട്ടത്തിന്റെ സാത്താൻ അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാക്രോധത്തോടു കൂടി അവൻ ശക്തമായിട്ട് എഴുന്നേക്കാൻ പോകുകയാണ് പ്രിയ സഹോദരങ്ങളെ. കാരണം അവൻ വലിയ കാര്യത്തോടു കൂടി വിചാരിച്ചു ഇസ്രായേലിനെ അങ്ങ് ഒലത്തിക്കളയാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തോട് കയറി വന്നതാ. ഇപ്പോൾ ഇസ്രായേൽ തിരിഞ്ഞു കയറി ഗാസയെ മുഴുവൻ പിടിച്ചടക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശത്രുക്കൾ കൂട്ടമായിട്ട് ചിന്തിച്ചു തുടങ്ങി. അവന് വെട്ടിയേറ്റിരുന്നു എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ഇവരെല്ലാം തിരിച്ചറിഞ്ഞു, ഇനി ഇസ്രായേലിന് ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇവനെ പൂർണ്ണമായും നശിപ്പിക്കണമെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് അവൻ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഇമേജ് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അവന്റെ ഇമേജ് മുഴുവനും തോട്ടിൽ നമ്മൾ വലിച്ചെറിഞ്ഞില്ലേ പ്രിയ സഹോദരങ്ങളെ. അവന്റെ ഇമേജ് മുഴുവൻ അവൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നത് എപ്രകാരമാണ്? അവന്റെ ഇമേജ് മുഴുവൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നത് അവൻ കൈകാലുകൾ അർത്തും അവൻ കൊന്നും ഭയപ്പെടുത്തിയുമാണ് അവന്റെ ഇമേജിനെ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞ് തോട്ടിലെറിഞ്ഞപ്പോഴത്തേക്കും അവന് മനസ്സിലായി, ഇനി പോയ ഇമേജിനെ പിടിച്ചെടുത്തോണ്ട് വരണമെന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ട് പഴയതുപോലെ അവൻ മടങ്ങി വരണം. അതിനു വേണ്ടിയിട്ട് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിനകത്ത് സാത്താനൻ അവനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാക്രോധത്തോടുകൂടി അവൻ ഇറങ്ങി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അന്ത്യകാലഘട്ടത്തിൽ അവന്റെ വാഴ്ച നടത്തുവാൻ വേണ്ടിയിട്ട് അവൻ മഹാക്രോധത്തോടുകൂടി നിങ്ങളുടെ അടുക്കിലേക്ക് എത്താൻ പോകുകയാണ്. അതുകൊണ്ട് മുന്നൊരുക്കമുള്ളവരായിരിക്കുക, ഭയപ്പെടരുത്, പതറിപ്പോകരുത്. ആം ഇസ്രായേൽ ലോലിഫഹേദ് അശേം എലോഹെനു അശേം എഹാദ്. ആം ഇസ്രായേൽ ലോലിഫഹേദ് അശേം
അഷേം എലോഹെനു അഷേം മെഹാദ്. നിങ്ങൾ പേടിച്ചു പോകരുത്. ഇവൻ കൂടിപ്പോയാൽ എന്ത് ചെയ്യും? ഈ ശരീരത്തെ കൊണ്ടിട്ട് ദൈവ ശവങ്ങളെ ഭോഗിക്കുന്നത് പോലെ ഭോഗിക്കുമായിരിക്കും. കൂടിപ്പോയാൽ നമ്മളെ കൊന്നു തിന്നുമായിരിക്കും, ഇല്ലെങ്കിൽ കഴുത്തിറക്കുമായിരിക്കും, എന്തെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അതിൽ കവിനതൊന്നും നമ്മുടെ ശരീരത്തിൽ ഇവനൊന്നും ചെയ്യാനില്ല. അതിനു മുമ്പേ നമ്മൾ ധൈര്യം പ്രാപിച്ചിരിക്കുക. അവന്റെ മുഖത്ത് നോക്കി തന്നെ പറയണം, ഷമാ ഇസ്രായേലു അദോനായ എലോഹിനു അദോനായ യഹാദ് എന്ന് പറഞ്ഞിട്ട് വേണം അവന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, മരണം വരിക്കണമെങ്കിൽ പോലും. അല്ലാതെ ചുമ്മാ അവന്റെ തള്ളാഹു എന്ന് പറഞ്ഞ കുക്കുംബറിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി ചാകേണ്ട കാര്യമൊന്നും വരുന്നില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവൻ അഥവാ കഴുത്തെറുക്കാൻ തള്ളാഹു കുക്കുംബർന്ന് വിളിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പറയണം അദോനായ എലോഹിനു അദോനായ യഹാദ് എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ ജീവൻ കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇത് അന്ത്യകാലഘട്ടമാണ്. ഇത് അന്ത്യകാലഘട്ടമാണ്. സാത്താൻ അതിശക്തമായി എഴുന്നേൽക്കാൻ പോവുകയാണ്. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ കണ്ണുകൾ കെട്ടി മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്റർടൈൻമെന്റുകളിലൂടെ ജനത്തെ അതിനകത്ത് മുഴുകി വെച്ചിരിക്കുകയാണ്. നോഹയുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അവർ കുളിപ്പാനും കളിപ്പാനും ചിരിപ്പാനും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിച്ചും ഉല്ലസിച്ചും രസിച്ചും ഇരുന്ന സമയത്ത് ജലപ്രളയം വന്നു, എല്ലാവരെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ജനം മുഴുകിക്കിടക്കുകയാണ്. ലോകത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, പിന്നാമ്പുറത്തിൽ എന്താ നടക്കുന്ന അറിയത്തില്ല. വിശ്വാസികൾ എന്ന് പേര് പറയുന്ന പെന്തക്കോസിൽ കെട്ടിൽ കിടക്കുന്നത് പോലും ഇതൊക്കെ തന്നെ കണ്ട് രസിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സത്യം അന്വേഷിച്ചു പോകാനുള്ള നേരം പോലും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ പോലും നമ്മളെ വിളിക്കുന്നത് ഇസബേലെന്നും സാത്താനെന്നും ഏതൊക്കെ തരത്തിൽ വിളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിളിച്ച് അവർ പരിഹസിക്കുകയാണ്. പരിഹസിക്കുന്നവൻ പരിഹസിക്കട്ടെ, ചിരിക്കുന്നവൻ ചിരിക്കട്ടെ, കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, തെറി വിളിക്കുന്നവൻ തെറി വിളിക്കട്ടെ. ഏതൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിന്റെ വരവ് നടക്കാൻ പോകുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇന്ന് കർത്താവ് കാല് ചവിട്ടുവാൻ നിൽക്കുന്ന അതേ ഒലിവുമലയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യങ്ങൾ വിളിച്ചു പറയുവാൻ ദൈവം എന്നെ ആക്കി വെച്ചതെന്നുള്ളതും കൂടി മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. കാരണം കർത്താവ് സംഭവിക്കാൻ പോകുന്നത് എന്തും തന്റെ പ്രിയ മക്കൾക്ക് അറിയിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ കർത്താവ് എന്തും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം കർത്താവ് തെരഞ്ഞെടുത്ത് വെച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുന്നമേ ഇത് അറിയിച്ചു തരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് അറിയിച്ചതിന് ശേഷം മാത്രമേ കർത്താവ് നിങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാനുള്ള അവസരം ഒരുക്കി തന്നതിന് ശേഷം മാത്രമേ കർത്താവ് ആ പദ്ധതിയിലേക്ക് അവർക്കുള്ള അനുവാദം കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക, ജാഗരിക്കുക. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ലഹി ത്രൂത്ത്.